സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. കോഴിക്കോട് കക്കയം 28-ാം മൈലിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. 70ഓളം കവുങ്ങുകളും കോഴി ഫാമും തകർന്നു. നിലവിൽ പ്രദേശത്തെ വീടുകൾക്ക് ഭീഷണിയുണ്ട്. എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ്. ആലുവയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തൃശൂരിലും ശക്തമായ മഴയാണുള്ളത്. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിവിധ ഇടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ ചേരുന്നുണ്ട്. തത്സമയം കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു. കൊച്ചിയിൽ നിന്ന് ദേവൻ MP ഉണ്ട്. തൃശ്ശൂരിൽ നിന്നും പ്രതിനിധിയെ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം കോഴിക്കോട്ടേക്ക് പോയാൽ, കോഴിക്കോട് എന്താണ് സ്ഥിതി ലിനറ്റ്? ഇപ്പോൾ അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ? ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ? കോഴിക്കോട് നഗരത്തിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മലയോര മേഖലയിലാണ് കൂടുതലായി മഴ പെയ്യുന്നത്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലാണ് മഴയ്ക്കുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. ഇന്നലെ രാത്രിയിൽ കനത്ത മഴയിലാണ് കക്കയത്ത് 28-ാം മൈലിൽ ഉരുൾപൊട്ടിയിരിക്കുന്നത്. അതോടനുബന്ധിച്ച് ഒരുപാട് സ്ഥലവും കൃഷിനാശവും അതേപോലെ കോഴിഫാമും ഒക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. കർഷകർക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു അത്. കളത്തിങ്കൽ മുജീവിൻ്റെ വീടിന് അരികിലൂടെയാണ് ഉരുൾപൊട്ടി ഒഴുകിയത്. അതിനോടനുബന്ധിച്ച് മുജീബിൻ്റെ കോഴി ഫാം നശിച്ചിട്ടുണ്ട്. അതോടൊപ്പം 70ഓളം കവുങ്ങും കൃഷി നാശവും ആണ് ഉണ്ടായിട്ടുള്ളത്. പ്രദേശത്തുള്ള താമസക്കാരെയൊക്കെ മാറ്റിക്കാനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിച്ചേരുകയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു മലയോര മേഖലയിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യത കൂടുതലുള്ള മേഖല കൂടിയാണ്. അതോടൊപ്പം പറയേണ്ടത്, മലയോര മേഖലകളിൽ കനത്ത മഴയാണ് 2 ദിവസമായി രാത്രികാലങ്ങളിൽ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിലുള്ള യാത്ര കൂടുതലായി ഒഴിവാക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട് എന്നാണ് ലിനറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് ദേവൻ MP. ദേവൻ, കൊച്ചിയിലെ അവസ്ഥ എന്താണ്? എവിടെയൊക്കെയാണ് ഇപ്പോൾ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നത്? കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് ഒരു ശക്തമായ മഴ ലഭിച്ചു തുടങ്ങിയത്. ഇന്നലെ രാത്രി ഒരു 2 മണി മുതൽ കൊച്ചിയിലെ വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചു. ആലുവയിലും അതോടൊപ്പം തന്നെ പശ്ചിമ കൊച്ചിയുടെ ഭാഗങ്ങളിലുമെല്ലാം മഴ ലഭിച്ചു. പുലർച്ചയോടുകൂടി ആലുവ ഭാഗത്ത് ഒരു വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപവും അതോടൊപ്പം തന്നെ കമ്പനിപ്പടി റെയിൽവേ തുരങ്കപാതയ്ക്ക് സമീപവും എല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ജില്ലയിൽ ഇപ്പോൾ മഴ മാറിയ ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ജില്ലയിൽ. എന്നാൽ അടുത്ത 3 ദിവസത്തേക്ക് യെല്ലോ അലർട്ടാണ് കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ തീരത്ത് ശക്തമായ കാറ്റ് ഉള്ളതിനാൽ വരും ദിവസങ്ങളിലെല്ലാം ഒരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ആതിര ജില്ലയിൽ. ദേവൻ, ഈ കൊച്ചിയിലെ വെള്ളക്കെട്ട് പലപ്പോഴും കൊച്ചിയിൽ വലിയ ഗതാഗത കുരുക്കുകൾക്ക് ഇടയാക്കാറുണ്ട്. അത്തരത്തിൽ ഗതാഗത കുരുക്കുകൾ എന്തെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടോ? നിലവിലെ നഗരത്തിലെ അവസ്ഥ എന്താണ്? ഇന്നലെ രാത്രി മുതൽ മഴ ലഭിച്ചു തുടങ്ങിയെങ്കിലും പുലർച്ചെ കഴിഞ്ഞ 1 മണിക്കൂറായി ഇപ്പോൾ മഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പറവൂർ ഭാഗത്തേക്ക് നേരിയ മഴയുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആലുവ ഭാഗത്തും ഇപ്പോൾ മഴ മാറിയ ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ പുലർച്ചെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ടുകളെല്ലാം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഗതാഗതക്കുരുക്കൊന്നും രൂക്ഷമായ രീതിയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടങ്ങളിലെല്ലാം രാവിലെ ഉണ്ടായ വെള്ളക്കെട്ടിനെ അനുബന്ധിച്ച് തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്കുകളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആതിര, കൊച്ചിയിൽ നിന്ന് ദേവനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.